ഹലോ ഗായ്സ്, ഞങ്ങൾ അതിരാവിലെ തന്നെ ഞങ്ങൾ 4 പേരും അടുത്ത യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടോ. ഞങ്ങൾ ഇറങ്ങുമ്പോൾ അവിടെ ചെറുതായിട്ട് നല്ലൊരു മഴ ഉണ്ടായിരുന്നു കേട്ടോ. എന്തൊരു തണുപ്പായിരുന്നു, നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളി വൈബായിരുന്നു കേട്ടോ. ആ രാവിലെയുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളുണ്ടോ. ഞങ്ങൾ കണ്ട ഓരോ കാഴ്ചകളും ഞങ്ങളുടെ മനസ്സിൽ പതിഞ്ഞ ഓരോ ചിത്രങ്ങളായിരുന്നു കേട്ടോ. അതിമനോഹരമായിട്ട് തന്നെയായിരുന്നു കേട്ടോ ഞങ്ങളത് ആസ്വദിച്ചിരുന്നത്. ചെറിയ ചാറ്റൽ മഴ ഉണ്ടെങ്കിലും അത് ഞങ്ങളെ യാത്രയ്ക്ക് ഒരു തടസ്സമേ ആയിരുന്നില്ല കേട്ടോ. ഞങ്ങൾ നല്ല ഹാപ്പിയിലായിരുന്നു കേട്ടോ, സന്തോഷത്തിലായിരുന്നു കേട്ടോ. ആ മഴയും കൊണ്ട് ഞങ്ങളങ്ങനെ വീണ്ടും ഞങ്ങളുടെ യാത്രയുടെ മുന്നോട്ട് ഞങ്ങൾ നടന്നു കേട്ടോ. ഞങ്ങൾ ആ ചെറിയ ചാറ്റൽ മഴയും ആ തണുപ്പ് ആസ്വദിച്ചൊരു ചായയും കുടിച്ചിട്ടോ. നല്ല വൈബായിരുന്നു കേട്ടോ. അതിരാവിലെ തന്നെയുള്ള ആ ചായയും ആ തണുപ്പും ആ ചെറിയ ചാറ്റൽ മഴയും അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു ഫീൽ തന്നെയായിരുന്നു. ഞങ്ങൾ 4 പേരും ആദ്യം സന്ദർശിക്കാനായി പോയത് നമ്മുടെ മുഗൾ വംശത്തിലെ 2ാമത്തെ ചക്രവർത്തിയായ ഹുമയൂണിൻ്റെ ടോംബായിരുന്നു കേട്ടോ. ടോംബ് കാണാൻ വേണ്ടി ടിക്കറ്റ് എടുക്കണം. ഞങ്ങളുടെ ടിക്കറ്റ് എടുത്തത് ഓൺലൈൻ വഴിയായിരുന്നു. ഞങ്ങളെടുത്ത ടിക്കറ്റ് കൊണ്ട് ഞങ്ങൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അകത്തേക്ക് കയറി. കുറച്ചു നേരത്തെ കാൽനട യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ അതിമനോഹരമായിട്ടുള്ള ടോമിൻ്റെ കവാടത്തിന് മുൻപിലെത്തി. ഹുമയൂൺ ടോംബിൻ്റെ ഡിസൈനിൽ തന്നെയാണ് നമ്മളെ താജ്മഹലും പണി ചെയ്തിട്ടുള്ളത്, നമ്മളെ ഷാജഹാൻ ചക്രവർത്തി. കവാടത്തിൽ നിന്ന് കാണുന്ന ഹുമയൂൺ ടോംബിൻ്റെ സൗന്ദര്യം ഞങ്ങൾ ഏറെ നേരം ആസ്വദിച്ചു നിന്നു. ഞങ്ങൾ അതിരാവിലെ ഹുമയൂൺ ടോംബ് സന്ദർശിച്ചത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതിൻ്റെ മനോഹരമായിട്ടുള്ള വ്യൂ ഒന്ന് കാണാൻ പറ്റിയിട്ടോ. ഇന്ത്യയിലെ മുഗൾ വംശത്തിലെ 2ാമത്തെ ചക്രവർത്തിയായിരുന്നു ഹുമയൂൺ. 1508 മാർച്ച് 8, 1556 ഫെബ്രുവരി 22 വരെ ഭരണകാലമായിരുന്നു. 1530-40, 1555-56 ബാർബറിൻ്റെ പുത്രൻ. ദില്ലി കീഴടക്കി മുഗൾ സാമ്രാജ്യം സ്ഥാപിക്കുന്നതിൽ ബാർബറിനോടൊപ്പം തന്നെ ഹുമയൂൺ യുദ്ധത്തിൽ പങ്കെടുത്തു. പിതാവിൻ്റെ മരണശേഷം സിംഹാരോഹണം ചെയ്യുമ്പോൾ വെറും 23 വയസ്സേ ഹുമയൂണിനുണ്ടായിരുന്നുള്ളൂ. ഭാഗ്യവാൻ എന്നാണ് പേരിൻ്റെ അർത്ഥം. എങ്കിലും അധികാരത്തിൽ വന്നതിനു ശേഷം വളരെയധികം കഷ്ടതകൾ അനുഭവിക്കേണ്ടി വന്നു ഹുമയൂൺ. ഇടയ്ക്ക് വെച്ച് പേർഷ്യ ഭരണം പിടിച്ചെങ്കിലും പേർഷ്യക്കാരുടെ സഹായത്തോടെ വീണ്ടും ഭരണം പിടിച്ചെടുത്തു.
ഇന്ത്യയിലെ ഡൽഹിയിലെ ഹുമയൂണിൻ്റെ ശവകുടീര സമുച്ചയത്തിലാണ് കൂലിനയായ ഈസ ഖാൻ നിയാസിയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്. അഷ്ടഭുജാകൃതിയിലുള്ളതും പ്രധാനമായും ചുവന്ന മണൽക്കല്ലിൽ നിർമ്മിച്ചതുമായ ഈ ശവകുടീരം 1547, 1548 പേർഷ്യ സൂരിയുടെ ഭരണകാലത്താണ് നിർമ്മിച്ചത്. യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമായ ഹുമയൂണിൻ്റെ ശവകുടീര സമുച്ചയത്തിൽ മറ്റ് കെട്ടിടങ്ങൾക്കൊപ്പം ഉൾപ്പെടുന്ന ശവകുടീരൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഈസ ഖാൻ്റെ പള്ളിയാണ് സ്ഥിതി ചെയ്യുന്നത്. പറക്കുന്ന പറവകളെ പോലെയാണ് എൻ്റെ ഓരോ യാത്രയും. എങ്ങോട്ടൊന്നില്ലാത്ത ഓരോ യാത്രകളും എനിക്ക് എൻ്റെ മനസ്സിൻ്റെ ആനന്ദമായിരുന്നു. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം റഹീം റാസ്.